സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 വേൾഡ് കപ്പിലെ അർജന്റീനയുടെ കുപ്പായത്തിൽ അയാളുണ്ടായിരുന്നു. ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് അർജന്റീനയുടെ ടോപ്പ് സ്കോററാകുമെന്ന് നിരീക്ഷകർ പറഞ്ഞത് അവനെയായിരുന്നു. എന്നാൽ ആ ലോകകപ്പിൽ ഒരു ഗോൾ പോലും നേടാതെ തൻ്റെ രാജ്യം സ്വപ്ന കിരീടം മുത്തമിടുമ്പോൾ തൻ്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോയവൻ. ഇന്നും റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ നിറകണ്ണുകളോടെ അവൻ ആ മൈതാനത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവൻ തൻ്റെ രാജ്യത്തിൻ്റെ രക്ഷകനാണ്. നന്ദി ലൗതാരോ, മാലാഗയുടെ ആ വിടവാങ്ങൽ ഇത്രയും മനോഹരമാക്കിയതിന്. ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു. കൊളംബിയൻ ആരാധകരുടെ ആക്രമണം കാരണം 1.5 മണിക്കൂർ വൈകിയാണ് മത്സരം തുടങ്ങിയത്. ആദ്യ നിമിഷം തന്നെ അർജന്റീന കൊളംബിയൻ ബോക്സിലെത്തി. ജൂലിയൻ അൽവാരക്സിന്റെ ഷോട്ട് പുറത്തേക്ക്. പിന്നീട് അങ്ങോട്ട് കണ്ടത് കൊളംബിയൻ മുന്നേറ്റങ്ങളായിരുന്നു. എന്നാൽ ഡിഫൻസിൽ ഉരുക്കുകോട്ട തീർത്ത് റൊമേറയും മാർട്ടിനസും, ഗോൾ പോസ്റ്റിൽ വൻമതിൽ തീർത്ത് ഗാർഡിയൻ ഏഞ്ചൽ എമി മാർട്ടിൻസും. ഇത് തകർക്കാൻ റോഡ്രിഗസും സംഘത്തിനും ആയുധങ്ങളില്ലാതെ പോയി. കിട്ടുന്ന അവസരങ്ങളിൽ അർജന്റീന കൊളംബിയൻ ബോക്സിലോട്ട് നിറവൊഴിച്ചുകൊണ്ടേയിരുന്നു. 66-ാം മിനിറ്റിൽ മെസ്സി പരിക്കുപറ്റി പോകുമ്പോൾ മറ്റൊരു ഫൈനൽ ദുരന്തമാണ് ഫുട്ബോൾ ലോകം കരുതിയത്. എന്നാൽ സെമി ഫൈനലിന് മുൻപ് ഈ കപ്പ് നമുക്ക് ഡി മരിയയ്ക്ക് വേണ്ടി നേടണമെന്ന മിഷിഗയുടെ വാക്കുകൾ ആ പോരാളികൾ പാലിച്ചു. ഒടുവിൽ 112-ാം മിനിറ്റിൽ രക്ഷകനായി ലൗതാരോ. സൗത്ത് അമേരിക്കൻ വൻകര അർജന്റീന 16-ാം തവണയും കീഴടക്കിയിരിക്കുന്നു. തുടർച്ചയായ 4-ാം ടൂർണമെന്റിലും അർജന്റീന ചാമ്പ്യൻസ്. പ്രിയപ്പെട്ട റോഡ്രിഗസ്, നിങ്ങളൊരു പോരാളിയാണ്. നാളെ ഈ കോപ്പ അമേരിക്ക നിങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ പേരിൽ ഓർമ്മിക്കപ്പെടും. സ്കലോണി, നന്ദി. കിരീടമില്ല എന്ന പരിഹാസം ഏറ്റുവാങ്ങിയ ഒരു ജനത ആഗ്രഹിച്ചതിനുമപ്പുറം നേടിത്തന്നതിന്. ഇന്നു മുതൽ ഞങ്ങൾ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. സ്പാനിഷ് വെല്ലുവിളിയും മറികടന്ന് ഫൈനലിസമ കപ്പുമായി നിൽക്കുന്ന മെസ്സിയെ.